ഹായ് ഗൈസ്, വെൽക്കം ടു ഫ്രിവ്ലെസ് ഗൈസ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ആപ്പിൾ എയർപോഡ്സ് പ്രോ. ഇതിപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് സമയമായി. ഒരു പുതിയ ആപ്പിളിൻ്റെ ഹെഡ്ഫോൺസ് അല്ല. പുതിയത് ആപ്പിൾ ഇതിനകത്ത് റിലീസ് ചെയ്തത് ആപ്പിൾ എയർപോഡ്സ് 3 ആണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആപ്പിൾ എയർപോഡ്സ് 3യും എയർപോഡ്സ് പ്രോവും മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഇയർ കപ്പുണ്ട്. സോ ദാറ്റ് പലർക്കും നല്ല ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് ഇടാം. ഇത് ചെവിയിൽ നിന്ന് പോകത്തില്ല. എല്ലാവർക്കും എയർപോഡ്സിൻ്റെ നോർമൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരാളുടെ ചെവിയിൽ ഫിറ്റ് ആയില്ലെങ്കിൽ പിന്നെ അതെന്തായാലും ഫിറ്റ് ആവില്ല, കാരണം അവർക്ക് അതിന് ഇയർ കപ്സ് ഒന്നുമില്ല. പക്ഷേ ഇതിന് ഇയർ കപ്സ് ഉണ്ട്. അത് ഒരു വലിയ ചേഞ്ചാണ്. പിന്നെ രണ്ടാമത്തെ വലിയ ചേഞ്ച് എയർപോഡ്സ് 3 ആയിട്ട് തമ്മിൽ എന്ന് പറഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷൻ. സോ ഇപ്പോൾ നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്ന ടൈപ്പ് ആൾക്കാരാണെങ്കിൽ ഇതായിരിക്കും കുറച്ചും കൂടെ എയർപോഡ്സ് 3നേക്കാളും നല്ലത്. കാരണം നോയ്സ് ബ്ലീഡിങ് എയർപോഡ്സ് 3യിലുണ്ട്. അതായത് പുറത്ത് നല്ല നോയ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് വളരെ മോശമാണ്. അത് ഹിയറിങ് അത്ര നല്ലതല്ല. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ബാക്കിയുള്ള പുറത്തുള്ള നോയ്സുകളെല്ലാം വീഡ് ഔട്ട് ചെയ്യും. സോ ഡെഫിനറ്റ്ലി ആ സമയത്ത് ഇതാണ് പ്രിഫറബിൾ. അപ്പോൾ നിങ്ങളുടെ യൂസ് കേസാണ് ഡിറ്റർമൈൻ ചെയ്യണേ, ഇപ്പോൾ എയർപോഡ്സ് പ്രോ വേണോ അല്ലെങ്കിൽ എയർപോഡ്സ് 3 വേണോ എന്ന്. ഡെഫിനറ്റ്ലി രണ്ടും ആപ്പിൾ ഡിവൈസസിലാണ് ബെസ്റ്റ്. അതർ ആൻഡ്രോയിഡ് ഫോൺസിൽ ഇത് വർക്ക് ചെയ്യും. പക്ഷേ ഇഫ് യു വാണ്ട് ദ ബെസ്റ്റ് യൂസർ എക്സ്പീരിയൻസ് ഫ്രം യൂസിങ് എൻ എയർപോഡ്സ്, ഡെഫിനറ്റ്ലി യു ഷുഡ് ഹാവ് എൻ ഐഫോൺ. കാരണം ഐഫോണിൽ പെയറിംഗ് ഒക്കെ വളരെ സ്മൂത്താണ്. ഡിവൈസസ് തമ്മിൽ സ്വിച്ച് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റും. ഇനി നമുക്ക് എയർപോഡ്സ് പ്രോ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് എയർപോഡ്സിനെ കുറിച്ച് അറിയാനുള്ളത്. പിന്നെ ഇവർക്ക് ഒരു വേർഷനും കൂടെ ഉണ്ട്. അതാണ് എയർപോഡ്സ് പ്രോ മാക്സ്. അത് ഓവർ ദി ഹെയർ ഹെഡ്ഫോൺസ് ആണ്. വളരെ വളരെ എക്സ്പെൻസീവ് ആണ്. സോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അത് വാങ്ങിക്കില്ല, കാരണം അത് വളരെ എക്സ്പെൻസീവ്. ഈവൺ എനിക്കൊന്ന് കാനഡയിൽ പറയുകയാണെങ്കിൽ തന്നെ അത് $700 മുകളിലാണ് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ്. ഇൻഫാക്ട് $779 ആണ് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ്. സോ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ദിസ് കറൻ്റ്ലി വാസ് ഓൺ സെയിൽ ഓൺ ആമസോൺ ഫോർ $278. അപ്പോൾ ഇത് ബ്ലാക്ക് ഫ്രൈഡേയിൽ $250 വരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ അഹെഡ് ആൻഡ് അൺബോക്സ് ദിസ്. സ്മൂത്ത് ആയിരുന്നു അത്. ഇത് കുറച്ച് ഹാർഡാണ്. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആണ്. എല്ലാ ആപ്പിളിൻ്റെ പ്രോഡക്ട്സ് പോലെ ഡിസൈൻഡ് ബൈ ആപ്പിൾ കാലിഫോർണിയ വന്നു. ആപ്പിൾ എയർപോഡ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എഴുതിയേക്കുന്നു, എങ്ങനെ പെയർ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇതൊന്നും ജീവിതത്തിൽ വായിച്ചിട്ടില്ല. വാറൻറ്റി സപ്പോർട്ടോ അതും ഇതൊക്കെയാണ്. ഇതിനകത്ത് ആപ്പിളിൻ്റെ ലോഗോ ഇല്ല. എനിക്കൊന്ന് ആപ്പിൾ ഇപ്പോൾ അത് വിൽക്കുന്നില്ല എന്ന് തോന്നുന്നു. സാധാരണ എപ്പോഴും ആപ്പിളിൻ്റെ ഒരു ലോഗോ, എല്ലാവർക്കും ആപ്പിൾ പ്രൊഡക്ട്സ് ഉള്ളവർക്ക് അറിയാം, ഒരു ആപ്പിൾ ലോഗോ സ്റ്റിക്കർ അവർ ഇതിലൂടെ വെക്കുന്നതാണ്. പക്ഷെ ഇതിനകത്ത് ഇപ്പം ഇല്ല. ഇതാണ് എയർപോഡ്സ് പ്രോ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എയർപോഡ്സ് 2ഉം എയർപോഡ്സ് 1 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ വൈഡറാണ്. പക്ഷേ എനിക്കൊന്ന് ഹൈറ്റ് കുറച്ച് ചെറുതാണ്. ഇപ്പോൾ എയർപോഡ്സ് 3 ഓൾമോസ്റ്റ് എനിക്കൊന്ന് ഇതിന് സിമിലർ ആണ്. കാരണം ഇതിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ഡിസൈനാണ്. ഇയർ കപ്സ് ഞാൻ പറഞ്ഞ പോലെ ഇയർ കപ്സ് ഇല്ല. അതേപോലെ ഇത് ഇയർ ക്യാപ്സ് ഇല്ല എന്നുള്ളതാണ്. കണ്ടോ, ഇതാ ഇയർ ക്യാപ്സ്. ഇറ്റ് ലുക്സ് റിയലി നൈസ്. വളരെ ചെറുതാണ്. സ്റ്റെം വളരെ ചെറുതാണ്. ഇപ്പോൾ നോക്കുമ്പോൾ എയർപോഡ്സ് 3യും എയർപോഡ്സ് പ്രോയ്ക്കും ഒക്കെ സ്റ്റെം ചെറുതാണ്. പണ്ടത്തെ എയർപോഡ്സ് ആണെങ്കിൽ സ്റ്റെം കുറച്ച് വലുതായിരിക്കും. ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തോന്നും. വൈറ്റ് ലൈറ്റ് കത്തി ഓപ്പൺ ചെയ്തപ്പോൾ എനിക്കൊന്നത് ഇതാണ് ആക്ച്വലി പെയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നോക്കുവാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഐഫോണിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇത് പെയർ ചെയ്യാം. ഇതിപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ ചാർജിങ് കേബിളുണ്ട്. പിന്നെ ഇതെനിക്ക് തോന്നുന്നു ഡിഫറെൻറ്റ് ഇയർ കപ്സാണ്. അതായത് എല്ലാവരുടെയും ചെവി സെയിം അല്ലല്ലോ. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ഇയർ കപ്സ്. അപ്പോൾ നമുക്ക് പറ്റിയ ഇയർ കപ്സ് ഏതാണെന്ന് നോക്കണം. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് മീഡിയം ആയിരിക്കും. കാരണം ഇപ്പോൾ നമുക്ക് കാണാം ഇത് സ്മോളും ലാർജും ഇയർ കപ്സാണ്. പിന്നെ ഉള്ളത് ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ഒരു കേബിളുണ്ട്. ചാർജർ ആപ്പിൾ ഷിപ്പ് ചെയ്യാറില്ല. ചാർജർ വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. അതാണ് ഇപ്പോൾ ആപ്പിളിൻ്റെ ഒരു നോം. അപ്പോൾ യെസ് ഗൈസ്, ഇതാണ് ആപ്പിൾ എയർപോഡ്സ് പ്രോയിൻ്റെ അൺബോക്സിങ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എയർപോഡ്സിനകത്ത് കിട്ടുക. ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അൺടിൽ ദെൻ, സീ യു നെക്സ്റ്റ് ടൈം. ബൈ.